ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ, ഒരു ചെറിയൊരു ഇതാണ് നമ്മുടെ ഡേ ആൻഡ് മൈ ലൈഫാണ് കേട്ടോ. ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട്. മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഡൽഹിയിൽ നിന്ന് ബാഗ് കൊടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ആദ്യമൊക്കെ നല്ല പനിയായിരുന്നു. അപ്പം ഞാൻ അതാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇങ്ങനെ കുറച്ചതിന്ന് 2-3-4 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു. അപ്പോൾ അത് രാവിലെ 7:30 ആയിട്ടുണ്ട് കേട്ടോ. അതുവരെയുള്ളൊന്നും എടുത്തിട്ടില്ല. ഞാൻ പനി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒക്കത്തിയിരുന്നു. അപ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. 7:30 ആകുമ്പോൾ ഞാൻ ഇപ്പോൾ അടുപ്പിൽ തീ പൂട്ടിയിട്ടുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് അടുപ്പിൽ തീ പൂട്ടിയിട്ടുണ്ട്. ഗ്യാസ് തീർന്നിന്ന്, 2 കുറ്റി തീർന്നിന്ന് കേട്ടോ. അപ്പോൾ പിന്നെ അത് ബുക്ക് ചെയ്യാൻ വിട്ടുപോവുകയും ചെയ്ത്. അപ്പോൾ രണ്ടാമത്തെ കുറച്ച് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ ഈ കുക്കിംഗ് ചാനൽ കൂടി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തീർന്നു കേട്ടോ. അപ്പോൾ പൊന്നു പിന്നെ രാവിലെ തന്നെ ഹിന്ദിയൊക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ്സിന് പോകാത്തതും കൊണ്ട്. പിന്നെ ആദിക്ക് വായ ചായയും കടിയും കൊടുത്തീന്. ഒന്നും തിന്നില്ല എന്ന് പറഞ്ഞ് ഒന്നും തിന്നണില്ല. വായ കഴിച്ചിട്ട് എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ കുറച്ച് പയർ രാവിലെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാട്ടോ. അടുപ്പിലെല്ലാം തീ കത്തി പോകണ്ടായിരുന്നു. പിന്നെ പൊന്നു അരിത്തൊരു വെള്ള അരി ഉണ്ടാവില്ലേ, അത് പെറുക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അയിലമീൻ ഇന്ന് കിട്ടിയെന്ന്. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഇതാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊടുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ക്യൂടെക്സും പിന്നെ ലിഫ്റ്റിക്ക് പല ഷെയ്ഡിലുള്ള ലിഫ്റ്റിക്കുകളുമാണ്, ക്യൂടെക്സുകളാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ പിന്നെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ മുത്തുട്ടിൻ്റെ ചങ്ങാഴ്ചകൾ വരുന്നുണ്ട് വാങ്ങാനെന്ന് പറഞ്ഞപ്പോൾ അവർ കാണാൻ വേണ്ടി. ഇതൊരു BB ക്രീമിൻ്റെ വേറൊരു ഡെയിലി നമ്മൾ വെളുക്കാൻ വേണ്ടി തേക്കുന്നൊരു ക്രീമാണ്. ഇത് വേറെ ഒരു BB ക്രീമായിട്ട്, ഇത് ഫൗണ്ടേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ രാത്രി കിടക്കുമ്പം നമുക്ക് തേച്ചിട്ട് കിടക്കാനൊക്കെ പറ്റുന്നൊരു ക്രീമാണ്. പിന്നെ ഈ കാണുന്ന ഫുള്ള് ഇതൊക്കെ ക്യൂടെക്സാണ്. ഇതൊക്കെ ക്യൂടെക്സ്, ഇത് ലിഫ്റ്റിക്കാണ്. പിന്നെ അത് വേറെ ലിഫ്റ്റിക്ക്, അത് വേറെ ലിഫ്റ്റിക്ക്, പല വിലൻ്റെ ലിഫ്റ്റിക്കുകളും കാര്യങ്ങളും. അപ്പോൾ ഡൽഹിയിൽ പോയിട്ട് എന്താ കൊണ്ടുവന്നതെന്ന് എന്നോട് കുറേ ആൾക്കാർ വാട്സപ്പിൽ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ പല വിലൻ്റെ ഉണ്ട് കേട്ടോ. നല്ല വിലൻ്റെ ഉണ്ട്, ചെറിയ വിലൻ്റെ ഉണ്ട്. ഇത്രയും ലിഫ്റ്റിക്കുകളും ഇതാണ് കൊടുന്നത്. പിന്നെ കണ്ണെഴുതുന്ന ഒരു ഐലിനിയറിൻ്റെ ഒരു ടൈപ്പ് ഉണ്ട്, ഒരു സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മുത്തുട്ടിൻ്റെ കൂട്ടുകാരത്തിയാൾ വന്നിട്ടുണ്ട് മദ്രസ വിട്ടിട്ട്. അപ്പോൾ അവൾക്ക് അതിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ അവർക്കുള്ള ചായയും ഒക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ ഒരു ജനലിൻ്റെ കൂടെ നോക്കുമ്പോൾ കാണാൻ നല്ലൊരു ക്ലൈമറ്റ്. മഴയില്ലെന്നാൽ നല്ലൊരു രസമല്ലേ കാണാൻ. അപ്പോൾ വെറുത്തെടുത്താട്ടോ ഇതിൻ്റെ അടിയിൽ കൂടെ വീഡിയോ. അവിടെ ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചും ഇങ്ങനെ നിന്നപ്പോൾ എടുത്തതാണേ. പിന്നെ ചോറൊക്കെ വെന്ത് അപ്പോൾ ഒക്കെ നമ്മൾ അടുപ്പത്ത് നിന്നിട്ടോ. വെറുതെ അടുപ്പ് കത്തിപ്പോണ്ട് ഇപ്പോൾ ഒന്നും വെക്കാനില്ല കേട്ടോ. സമയത്ത് ഞാനൊന്നും നുറുക്കിയിട്ടൊന്നുമില്ല ഈ കറിക്ക്. അപ്പം അങ്ങനെ അടുപ്പ് കണ്ടോ കത്തിപ്പോന്നില്ലെങ്കിലോ അങ്ങനെ തീരെ കത്തൂല. കത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കിടൂല. പിന്നെ പഴം ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ കറി ഉണ്ടാക്കിയത്. പച്ചക്കായും കേങ്ങും കാര്യങ്ങളൊക്കെ കറി, മീൻ പൊരിച്ച്, പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ സ്റ്റോർ റൂം നേരാക്കിയിരുന്നു കേട്ടോ. എല്ലാ ആഴ്ചയിലും വേണം സ്റ്റോർ റൂം നേരാക്കുക. അല്ലെങ്കിൽ ഇവർ കൊണ്ടുകൊടുന്ന് ഫുള്ള് നിരത്തിയിട്ടുണ്ടാവും. ഒക്കെ വൃത്തിയാക്കി വെച്ചാലും പിന്നെ അവിടെ നിന്നും വലിച്ചെടുത്തിട്ട് ഫുള്ള് ഇതായിട്ടുണ്ടാവും. പിന്നെ മുത്തട്ടിൻ്റെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടിരുന്നിട്ട് അതൊക്കെ എടുത്തു. ഉച്ചക്ക് ചോറുന്നാണ്, കുളിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറുന്നാണ്. എല്ലാവരും കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം വൈകി ഇതൊക്കെ റെഡിയാക്കാൻ നിന്നപ്പോൾ ആദ്യം പനിയായിട്ട് എല്ലാ ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മരുന്ന് കുടിക്കാൻ ഭയങ്കര മരുന്ന് കുടിച്ചിരുന്നു. പിന്നെ അതിൻ്റെ അടിയിൽ അവന് കുറച്ച് മടി കൂടി. അപ്പം ഞാൻ മീഷോന്ന് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കുറയും. ഒരു 30-40 രൂപയൊക്കെ കുറയും കേട്ടോ എല്ലാ സാധനത്തിനും. അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ കുറച്ച് പൈസ കൂടും ചെയ്യും. അപ്പം ഞാനൊക്കെ അങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഒരു 500 കുറച്ച് പൈസ ഒക്കെ നമുക്ക് ഇതൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാനൊരു ബാഗാട്ടോ വാങ്ങിയിട്ടുള്ളത്. അടിപൊളി ബാഗാണ് കേട്ടോ. ബാഗ് ഇങ്ങനത്തെ ഒരു വള്ളിയുണ്ട്. ഇത് വലുതാക്കുക ചെറുതാക്കുക ചെയ്യാം. അപ്പം ഇങ്ങനെ പിടിക്കാനിടാണ്ട. ഇതിന് ഒരു സ്റ്റാൻഡേർഡുള്ളൊരു സംഭവമാട്ടത്. ഇങ്ങനെ ഇടാനാണ് കേട്ടത്. എന്താ ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ. പിന്നെ ഇതിന് ഉള്ളിൽ നല്ല സാധനം കൊള്ളും കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, നല്ല കൊള്ളും കണ്ട. ഇങ്ങനെ ഇവിടെ പിന്നെ ചെറിയൊരു ഷിബുള്ളൊരു അറയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ പൈസയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാൻ ഞാൻ ബിസ്മില്ലിക്കാണ്ട് കുറച്ച് പൈസയൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബാഗ്. ഇതിന് വരുന്നത് നിർത്താൻ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് പൈസ അടച്ചത് കൊണ്ട് എനിക്ക് വന്നിട്ടുള്ളത് 226 രൂപ കേട്ടോ.
പുറത്ത് എന്തായാലും 350 രൂപ അങ്ങനെയൊക്കെ ആവും. നല്ല ക്വാളിറ്റി കേട്ടോ ഇതിന് ലെതറായിട്ട് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി, നല്ല ഇതുള്ളൊരു ബാഗാണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇട്ട് കാണിച്ചു തരാം. നല്ല സ്റ്റാൻഡേർഡ്. നമുക്ക് ഇങ്ങനെ പിടിക്കാൻ തന്നെ ഉണ്ടോ, ഇത് ഊരി വെച്ചാൽ മതി. ഇങ്ങനെ പിടിക്കാൻ തന്നെ അല്ല അടിപൊളിയാണ്. പിന്നെ കണ്ടിങ്ങനെ ഇടുമ്പോ ഒരു പ്രത്യേക ഒരു ഇത് പല കളറുകളും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ക്യാഷ് ഓൺ ഡെലിവറി ആണ്, വീട്ടിൽ വന്നിട്ട് നമുക്ക് പൈസ കൊടുക്കുമ്പോൾ 250 രൂപ വരുന്നുണ്ട്, അല്ലെങ്കിൽ 226 രൂപയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ബാഗ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്കിത് കുറച്ച് സാധനമൊക്കെ പോകും. അപ്പൊ നമുക്ക് അടുത്ത സാധനം നോക്കാം. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഇതാട്ടോ, സോപ്പ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ കാലമായിട്ട് ഇത് വാങ്ങണം എന്ന് വിചാരിച്ചു. അപ്പൊ പുറത്ത് പോകുമ്പോൾ മറക്കും ചെയ്യും വാങ്ങാൻ. അപ്പൊ ഇത് കണ്ടോ, നമുക്ക് 6 സോപ്പ് ഉണ്ടാക്കട്ടോ. അപ്പൊ ഞാനിതുകൊണ്ട് കറ്റാർവാഴന്റെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ലൊരു നമുക്ക് മുഖത്ത് തേക്കാൻ എല്ലാത്തിനും പറ്റുന്ന സോപ്പായിരിക്കുമല്ലോ. പിന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിന് വന്നിട്ടുള്ളത് നമുക്ക് 150 രൂപയായിട്ട് ഓൺലൈനായിട്ട് പൈസ അടച്ചതുകൊണ്ട് 150, ഇല്ലെങ്കിൽ നമുക്ക് 129 രൂപയാണ്. അപ്പൊ എങ്ങനെയാലും പുറത്ത് 140, 150 ഒക്കെ വരും കേട്ടോ ഇതിന്. അപ്പൊ നമുക്ക് കുറച്ച് ലാഭത്തിൽ തന്നെ നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കണ്ട, നല്ല പ്ലാസ്റ്റിക് ആണ്, അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് വന്നിട്ട് ഇതാ ഒരു വാച്ചാണ് കേട്ടോ. കാണുന്നില്ല, അല്ലേ അടിപൊളി വാച്ചാട്ടോ. കളറൊന്നും പോകൂല കേട്ടോ. ഇത് ഞാൻ രണ്ടാമത്തെയാണ് വാങ്ങുന്നത്. ഫസ്റ്റ് വാങ്ങിയിട്ട് പൊന്നു കുറേ യൂസ് ആക്കിയിരുന്നു. അപ്പൊ ഇത് രണ്ടാമത് അവൾക്ക് വേണം പറഞ്ഞിട്ട് വാങ്ങിയിട്ടുള്ള കേട്ടോ നമ്മള്. അടിപൊളിയാട്ടോ, കയ്യില് കെട്ടാനൊക്കെ നല്ല ഇതാണ്. പുറത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഇതിന് 200 സംതിങ് എന്നിട്ട് പറഞ്ഞിരുന്നു പുറത്ത് കടകളിൽ ചോദിച്ചാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ മീഷോന്നാണ് ഓർഡർ ആക്കിയത്. അപ്പൊ ഇത് രണ്ടാമത്തെ വാച്ചാട്ടോ. അപ്പൊ ഇതിന് വന്നിട്ട് 118 രൂപയാണ് കേട്ടോ. ഓൺലൈനായിട്ട് നമ്മൾ പേയ്മെന്റ് അടിച്ചതുകൊണ്ട് 118, ഇല്ലെങ്കിൽ 137 രൂപ. എങ്ങനെയായാലും ലാഭമാണ് കേട്ടോ. പിന്നെ കളർ പോവേ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇതിനില്ല. നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ. കണ്ട, കെട്ടിയാലും നല്ലൊരു ലുക്കൊക്കെ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട്. അടുത്ത സാധനം എന്താന്ന് നോക്കട്ടോ. ഞാൻ കുറേ ആയിട്ട് ഇത് വാങ്ങണം എന്ന് ആഗ്രഹിച്ച് വിസ് ലിസ്റ്റിൽ ഇട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. കണ്ട, എണ്ണ ഒഴിച്ചിട്ട് അപ്പൊക്കെ ചൂടാൻ ഉപയോഗിക്കുന്ന ബോട്ടിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും എണ്ണ ചൂടുന്ന ഈ ഒരു ബ്രഷ് അവിടെ ഇവിടെയൊക്കെ വെക്കേണ്ടി. പിന്നെ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ ഇട്ടുവെച്ചാലും എണ്ണ എപ്പോഴും കൈമേൽ എണ്ണാവും. അപ്പൊ ഇതാവുമ്പോ കണ്ട ഒരു പ്രശ്നമല്ല കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്യാം. നല്ല ക്വാളിറ്റി ഉള്ള കുപ്പിയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നല്ല ക്വാളിറ്റി ഉള്ള കുപ്പിയാണ്. ഇത് എണ്ണാക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ അടിച്ച് എടുത്തു വെക്കാനും പറ്റും കേട്ടോ. അപ്പൊ ഇതിന് വന്നിട്ടുള്ളത് 119 രൂപ കേട്ടോ. അപ്പൊ ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു 119 രൂപക്ക്. മറ്റേത് അല്ലെങ്കിൽ 135 രൂപ വീട്ടിൽ വന്നിട്ട്. നമ്മൾ എങ്ങനെ ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്താലും വീട്ടിൽ വന്നിട്ട് നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിലും റിട്ടേൺ കൊടുക്കണമെങ്കിൽ പിന്നെ നമ്മൾ അവരെ അതിൽ റിട്ടേൺ എന്നുള്ളത് അടിച്ചു കൊടുക്കണം. നമ്മൾ കൈ തരുമ്പോൾ പൊട്ടിച്ച് നോക്കൊന്നുമില്ലല്ലോ, പിന്നെല്ലാം നമ്മൾ നോക്കുക. അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ആവും കുറച്ചുകൂടെ നല്ലത് കേട്ടോ, പൈസ ഉണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് അടുത്തത്. അപ്പൊ ഇതിന് വന്നിട്ട് കടയിൽ ചോദിച്ചിരുന്നു കേട്ടോ. കടയിൽ ചോദിച്ചപ്പോൾ 140 രൂപയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം മീഷോയിലൊക്കെ നോക്കി വെച്ചിട്ടാണ് കടയിൽ പോയി ചോദിക്കുക. അപ്പൊ 140 പറഞ്ഞപ്പോ പിന്നെ ലാഭം 119 വാങ്ങല്ലേ. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള അതേ ഈ സാധനം തന്നെ കേട്ടോ കടയിലും കണ്ടിരുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ 4മത്തേത് കേട്ടോ. ഇനി 5മത്തെ എന്താണ്. അപ്പം അടുത്ത സാധനം എന്താ വെച്ചാല് കട്ടിംഗ് ബോർഡാണ് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു കട്ടിംഗ് ബോർഡ്. നല്ല മിൻസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വര ഒന്നും വീയൂല. കത്തി കൊണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ വര വീയാത്ത ടൈപ്പാട്ടത്. നല്ല കട്ടിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കട്ടിംഗ് ബോർഡ് കേട്ടോ. അപ്പൊ ഞാൻ കടയിൽ നിന്ന് അങ്ങനെ ഒരു മരത്തിന്റെ കട്ടിംഗ് ബോർഡിന് 200 രൂപ, 200ന്റെ മുകൾക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ നോക്കി വെച്ചിരുന്നു. കുറേ മുന്നേ വിസിലിസ്റ്റിൽ ഇട്ട് വെച്ചതാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ ഇതിൽ തന്നെ ഓർഡർ ആക്കാന്നുള്ളത്. അപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് ഇതിന് വന്നിട്ടുള്ളത് 186 രൂപയാണ് കേട്ടോ. ആ ഒരു 176 രൂപക്ക് എന്തായാലും, ഇല്ലെങ്കിൽ 176 രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി. 156. അപ്പൊ എങ്ങനെയായാലും 20 രൂപ കൂടുതലാട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി. കണ്ടോ, ഇത് അത്രക്കും അടിപൊളി മരാട്ടോ. നമ്മൾ എന്തായാലും കട്ടിംഗ് ബോർഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. പ്ലാസ്റ്റിക് വരെ വീണാൽ അതിൻ്റെ ഉള്ളിലേക്ക് ചളിയും പൊടിയൊക്കെ കയറും. ഇത് അങ്ങനത്തെ പ്രശ്നമില്ല, വരെ വീയൂല കേട്ടോ. മിൻസുള്ള ഇതാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ സാധനമൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാട്ടോ. ഈ ഒരു പൈസക്ക് നമുക്ക് എങ്ങനെയും പുറത്തുനിന്നൊന്നും കിട്ടൂല. അത്രയും ക്വാളിറ്റി ഉള്ള സാധനം. അപ്പൊ ഇത്രയും സാധനത്തിന് എനിക്ക് വന്നിട്ടുള്ളത് 728 രൂപയാണ് കേട്ടോ. ഈ ഒരു 5 സാധനത്തിന് വന്നിട്ടുള്ളത് 728 രൂപയാണ്. അപ്പൊ ആ പൈസക്ക് എങ്ങനെ 1200 300 ഒക്കെ ആവും നമുക്ക് പുറത്തുനിന്ന് ഈ സാധനം ഇത്രയും വാങ്ങണമെങ്കിൽ. അപ്പൊ എന്തുകൊണ്ട് ലാഭമല്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ ഇട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക.
ഇത്രയും സാധനങ്ങളും കേട്ടോ. ഞാൻ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് വരണ്ടോ, മറിഞ്ഞിരുന്നു. ഈ ഒരു സാധനം മറിഞ്ഞിരുന്നു, മീഷോന്ന് വാങ്ങിച്ച. ഇത് ഷേപ്പ് വെയർ ആണ് കേട്ടോ, നമ്മളെ വയറ് കുറക്കാനുള്ള ഷേപ്പ് വെയർ ആണ്. ഞാൻ എടുത്തിട്ടുണ്ട് ലാർജ് സൈസ് ആട്ടോ. അപ്പൊ ലാർജ് സൈസ് തന്നെയാണ് ഇത്ര ഉള്ളെങ്കിലും എനിക്കിത് നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് സൈസൊക്കെ നോക്കിയിട്ട് എടുക്കണം. ഇങ്ങനെ ഒരു പാന്റ് ടൈപ്പാട്ടോ, ഇങ്ങനെ നിക്കർ ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് ഇവിടക്കല്ല, നമുക്ക് ടൈറ്റ് ഇവിടക്ക് വേണ്ട, വയറ് ടൈറ്റ് ആണ്. വയറിന് നല്ല ഇലാസ്റ്റിക് ഉള്ളൊരു ഇതാട്ടോ, വേണ്ട അധികം ഇതൊന്നുമില്ല. അപ്പൊ ഇതിന് വരുന്നത് 179 രൂപ കേട്ടോ. 220 എന്തോ ആണ് ഇതിന്റെ റേറ്റ്. നമ്മള് ഓൺലൈനായിട്ട് വാങ്ങിയപ്പോ അത്ര പൈസ കാട്ട് കിട്ടിയിട്ടുള്ളത്. ക്യാഷ് ഓൺ ഡെലിവറി 200 സംതിങ് ആണ്. അപ്പൊ നിങ്ങളത് എന്തായാലും ഒന്ന് ആക്കി നോക്കണം. നല്ല വയറുള്ളിലേക്ക് തള്ളി നിൽക്കേണ്ടത് ഇടുമ്പോ കേട്ടോ. അപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇത് തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. വൈകുന്നേരം ആയപ്പോൾ പിന്നെ അതിൻ്റെ ഇതൊക്കെ കുറച്ചൊക്കെ സുഖമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വാവനെ കളിപ്പിക്കുകയാണ്, മുകൾക്ക് എടുത്തുയർത്തിക്കാണ്ട്. പിന്നെ വൈകുന്നേരം പുറത്ത് ഇറങ്ങും, കുറേ സമയം പിന്നെ പുറത്തേരിക്കും ചായയുടെയൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ പയറ് പുതിയതായിട്ട് വെച്ചിരുന്നു. അപ്പോൾ പൈമലൊക്കെ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. മഴ നല്ല പെയ്തിട്ട് എല്ലാ കൃഷികളും ഒക്കെ കേടന്നു. മുളകൊക്കെ നല്ല ഉണ്ടായിരുന്നു, അതൊക്കെ ഇതായി. വെയിൽ തട്ടണം വിചാരിച്ച് നമ്മൾ മഴയത്ത് വെക്കും, പിന്നെ ഒക്കെ കേടരും. വെണ്ടക്ക പിന്നെ ആകാശത്തേക്ക് പോയിക്കണം, മെല്ലേനും കഴിഞ്ഞുകൊണ്ട് കായ പിടിച്ച് കഴിഞ്ഞ് വൈതനങ്ങയും ഒക്കെ കഴിഞ്ഞിട്ട് എടുത്തിടാനായിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന ചക്കയായിട്ട് നമ്മൾ ചെറിയൊരു പ്ലാവ് വെക്കൂലേ, അതിൻ്റെ ഇത് ഉണ്ടായതാണ്. ചക്കൻ്റെ കുരു ഇട്ടിട്ട് ഉണ്ടായതാട്ടോ. ഈ ഉണ്ടമുളക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 5 രൂപക്ക് ഞാൻ വാങ്ങിച്ചതാണെങ്കിലും കുറേ കിട്ടിയിരിക്കണം. അപ്പോൾ ഇത് കാശ്മീരി മുളകിൻ്റെ ഒരു തൈ കുരു പാകിയിട്ട് ഉണ്ടാക്കിയെന്ന്. പക്ഷെ ഇതിമേലൊക്കെ ആ ഒരു പുഴു ഉണ്ടല്ലോ, ഒരു ഉണ്ടപ്പുഴു വന്നുകൊണ്ട് ഫുള്ള് കേടെടുത്തിട്ടുണ്ട്. മുളകടക്കം കണ്ട, ഈ മുളകൊക്കെ കടിച്ച് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ നോക്കിയാണ്ട് കുറച്ച് നേരം നിൽക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം കുട്ടികളപ്പൊക്കെ ഇങ്ങനെ കളിക്കും. വൈകുന്നേരമായി പിന്നെ ഇതൊക്കെ തന്നെ പണി. പിന്നെ സപ്പോട്ട പഴുത്തിക്കണോ നോക്കിയാണ് കേട്ടോ. കുഞ്ഞു മരമാണ്, പക്ഷെ സപ്പോട്ട ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് പഴുത്തിട്ടില്ല, ഇടയ്ക്ക് നോക്കണം, ഇല്ലെങ്കിൽ പക്ഷികൾ എന്തെങ്കിലും കൊണ്ടുപോകും. ഇത് പിന്നെ മറ്റേ മധുരമുള്ള മിറാക്കിൾ ഫ്രൂട്ട് പറഞ്ഞിട്ടുള്ള, ഇത് കഴിച്ച് നാരങ്ങ കഴിച്ചാൽ ഭയങ്കര മധുരമായിരിക്കും. പൂവ് നല്ലോ ഇടുന്നുണ്ട്, കായം ഇങ്ങോട്ട് പിടിച്ച് കിട്ടുന്നില്ല. മഴ പെയ്യുന്നിടത്ത് വെച്ചിട്ടാണോ എന്താ അറിയില്ല. അപ്പോൾ നല്ല പിന്നെ വൈകുന്നേരം തൊട്ടാലുണ്ടോ മുത്തട്ടിൻ്റെയും പൊന്നൂൻ്റെ ഒക്കെ ഇപ്പോൾ കളിക്കണം. അപ്പോൾ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ചിരുന്നു കേട്ടോ ഓടിയിട്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ ചിരിയൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് സമയം കൂടി ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ റീൽസും കാര്യമൊക്കെ എടുത്തിരുന്നു. വൈകുന്നേരം മഴയൊന്നും ഇല്ലായിരുന്നല്ലോ, നല്ലൊരു ദിവസമായിരുന്നല്ലോ. അപ്പോൾ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത്. അപ്പം മുത്തോട്ടി കുറേ പ്രാവശ്യം എടുക്കുമ്പോഴായിട്ടൊന്ന് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.